പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അടുത്ത ഞായറാഴ്ച ഓശാനയാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 23-ാമത്തെ എപ്പിസോഡ് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവമായ കർത്താവേ, നിൻ്റെ ദിവ്യവചനങ്ങൾ തിരിച്ചറിയുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ ദിവ്യദാനങ്ങളുടെ സമൃദ്ധിയും പരിശുദ്ധാത്മ നൽവരങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷപൂർവ്വം നിൻ്റെ കൽപ്പനകൾ ആചരിക്കുവാനും തിരുഹിതം നിറവേറ്റുവാനും നിൻ്റെ അനുഗ്രഹങ്ങൾക്കും കരുണയ്ക്കും അർഹരായി ഭവിപ്പാനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ദിവസം തിരുനാളിന് വന്നുകൂടിയ ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകളെടുത്തുകൊണ്ട് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിൻ്റെ രാജാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. യേശു ഒരു കഴുതക്കുട്ടിയെ കണ്ട് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യം ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെപ്പറ്റി ഇക്കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അവസരത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷ്യം നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചെന്ന് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരീസയർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? നോക്കൂ, ലോകം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ. പ്രിയ വൈദിക സഹോദരരെ, സഹോദരന്മാരെ, ഓശാന ഞായറാഴ്ചയോടുകൂടി കർത്താവിൻ്റെ പീഡാനുഭവ വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഏതാനും ചെറിയ വിവരങ്ങൾ. നമുക്കറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ കൂടി 89 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ 4 അധ്യായങ്ങൾ മാത്രമേ യേശുവിൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ചുള്ളൂ. ബാക്കി 85 അധ്യായങ്ങളിൽ 29 അധ്യായങ്ങളും യേശുവിൻ്റെ ഈ ഭൂമിയിലെ അവസാന ദിവസങ്ങളെക്കുറിച്ചുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ 1/3 ഭാഗം പാഷൻ വീക്ക്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഭൂമിയിലെ അവസാന ദിവസങ്ങൾക്ക് സുവിശേഷകർ സമർപ്പിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം, ഇവയ്ക്ക് സുവിശേഷകന്മാർ കൽപ്പിച്ചിരുന്ന പ്രാധാന്യമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. 2, കർത്താവ് മുമ്പ് അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ജനക്കൂട്ടം ആർത്ത് വിളിച്ചു പറഞ്ഞു, അവനാണ് രാജാവ്, നമുക്കവനെ രാജാവാക്കണം. യേശു എന്ത് ചെയ്തു? ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ തന്നെ അവൻ അപ്രത്യക്ഷനായി. യേശു താബോർ മലയിൽ തൻ്റെ മഹത്വത്തിൻ്റെ പ്രഭയിൽ മോശയോടും ഏലിയായോടും കൂടെ പ്രത്യക്ഷപ്പെട്ടു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ അതിന് സാക്ഷികളായിരുന്നു. മലയിറങ്ങിയപ്പോൾ
യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ട കാര്യം ആരോടും പറയരുത്. യേശു പല സൗഖ്യങ്ങളും നൽകിയപ്പോഴും ഒരു താക്കീത് കൊടുത്താണ് അവരെ വിട്ടത്, നിങ്ങൾ ആരോടും ഒന്നും പറയരുത്. അങ്ങനെ ജനശ്രദ്ധ ആകർഷിക്കുന്ന, ഭൗതികമായി അവന് ബഹുമാനം നൽകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം യേശു വിട്ടുനിന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ അവസാന ആഴ്ചയിലേക്ക് വരുമ്പോൾ യേശു എല്ലാ കാര്യങ്ങൾക്കും ഒരുക്കം ആവശ്യപ്പെടുന്നു. ഉദാഹരണമായി ഊശാന പെരുന്നാളിന് മുമ്പ് സ്ലീഹന്മാരെ വിട്ട് ഒരു കഴുതക്കുട്ടിയെ വരുത്തുന്ന വിവരം നമുക്കറിയാം. യേശു പെസഹ ആഘോഷിക്കുന്നതിന് മുമ്പ് സ്ലീഹന്മാരോട് ഒരു മാളികയിൽ തനിക്ക് വേണ്ടി അന്ത്യത്താഴം കഴിക്കുവാനായി ഒരുക്കം നടത്താൻ ആവശ്യപ്പെട്ടു. ഇതിലെല്ലാം ഒരു നാടകീയത അടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ഇതുപോലെയുള്ള നാടകീയമായ കാര്യങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഈ നാടകീയത എന്ന് പറയുമ്പോൾ വിസിബിലിറ്റിയാണ് പ്രധാനം, അനോണിമിറ്റി അല്ല. യേശു ഇതുവരെ അനോണിമിറ്റി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ യേശു വിസിബിലിറ്റി ഇഷ്ടപ്പെടുകയാണ്. യേശു ഇഷ്ടപ്പെട്ടതല്ല, അതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. മൂന്നാമത്തെ നോട്ട് ചെയ്യേണ്ട കാര്യം, ജനങ്ങൾ ആർത്തു വിളിക്കുന്നു, ഹോസാന. അതിൻ്റെ മൂലഭാഷ അന്ന് യഹൂദന്മാർ സംസാരിച്ചിരുന്നത് ഹീബ്രു അല്ല, അറമൈക് ലാംഗ്വേജാണ്. അറമൈക് ലാംഗ്വേജിൽ ഹോഷിയ ന, സേഫ് നൗ, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണം. ഈ വാക്ക് നമ്മൾ കാണുന്നത് 118-ാം സങ്കീർത്തനത്തിലാണ്. 118-ാം സങ്കീർത്തനം പെസഹായ്ക്കും എല്ലാ ശനിയാഴ്ച കുടുംബങ്ങളിലും യഹൂദർ ചൊല്ലിയിരുന്ന ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 118. ഈജിപ്തിൽ നിന്നുള്ള വിടുതലാണ് അതിൻ്റെ പ്രമേയം. ഈ ഈജിപ്തിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രതീകമായി. അതിനാൽ ജനക്കൂട്ടം ഒരു കാര്യം തിരിച്ചറിഞ്ഞു, ഇപ്പോഴാണ് രക്ഷയുടെ സമയം. നമ്മളും ഈ ദിവസങ്ങളിൽ ഹൊസാന പാടും. പക്ഷെ പാടുമ്പോൾ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക, സേഫ് നൗ, ഇപ്പോഴാണ് രക്ഷ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണം. എവിടുന്നാണ്? മറ്റു മനുഷ്യരിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ അല്ല, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ടാണല്ലോ യേശു ഈ ഭൂഗോളത്തിൽ ഭൂജാതനായത്. ദൈവത്തിൻ്റെ രക്ഷാപ്രവൃത്തിയുടെ ഒരു ആഘോഷമായിരുന്നു ഓശാന ഞായർ. അവര് പനയോലകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിനെ എതിരേറ്റു എന്ന് നാം വായിക്കുന്നു. പനയോല പഴയ നിയമത്തിൽ സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമാണ്. വെളിപാട് പുസ്തകം 7:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ കണ്ട ദർശനത്തിൽ അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിൻ്റെ മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. അതിനാൽ കുരുത്തോല എന്താണ് സൂചിപ്പിക്കുന്നത്?
കുരുത്തോല പലരും അതിനെന്തോ ദൈവികത്വമൊക്കെ കൽപ്പിച്ച് ഒരു കുരുത്തോലയുമായിട്ട് വീട്ടിൽ പോയി അത് അലങ്കരിച്ച് എവിടെയെങ്കിലും കൊണ്ട് വെക്കുക എന്നൊക്കെയുള്ളത് നമ്മുടെ പാരമ്പര്യമാണ്. കുരുത്തോലയ്ക്ക് നമ്മൾ ആവശ്യത്തിൽ കവിഞ്ഞ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കുരുത്തോലയ്ക്കല്ല പ്രാധാന്യം. കുരുത്തോല സൂചിപ്പിക്കുന്ന കാര്യം കുഞ്ഞാടിൻ്റെ പക്കലാണ് രക്ഷ. അങ്ങനെയാണല്ലോ വെളിപാട് പുസ്തകത്തിൽ കുരുത്തോലയുമേന്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞവർ അവസാനം പറഞ്ഞു നിർത്തിയത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. നാലാമത്തെ പ്രത്യേകമായ പോയിന്റ്, കർത്താവ് 2 പ്രാവശ്യം ലൂക്ക 19:31 34 2 പ്രാവശ്യം പറഞ്ഞു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ടുവരാൻ സ്ലീഹന്മാരോട് പറയുന്നു. സ്ലീഹന്മാർ പറഞ്ഞു അതിൻ്റെ ഉടമസ്ഥൻ തന്നുവിടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നവരോട് പറയുക. ഇത് 2 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സൃഷ്ടാവും നിയന്താവുമായവന് ഒരു കഴുതക്കുട്ടിയെ കൊണ്ട് എന്താവശ്യം? നമ്മൾ പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിന് മറുപടി സക്കറിയ പ്രവാചകന്റെ 9-ാം അധ്യായം 9 നാം വായിക്കുന്നുണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറൂസലേം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. അതിനാൽ കഴുതക്കുട്ടിയുടെ മേൽ കയറി വരുന്ന ആൾ വരാനിരുന്ന മിശിഹായുടെ ഒരടയാളമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിന് കഴുതക്കുട്ടിയെ ആവശ്യമുണ്ട് എന്ന് 2 പ്രാവശ്യം പറഞ്ഞത്. കഴുതക്കുട്ടിമേൽ കയറി വരുന്നവൻ മിശിഹായാണ്. മിശിഹ എന്തിനു വരുന്നു? അവൻ അനുതാപത്തിലേക്ക് വിളിക്കാനാണ് വരുന്നത്. ഇനിയും വെളിപാട് പുസ്തകം 19-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതായി ഞാൻ കണ്ടു. ഇതാ ഒരു വെള്ളക്കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനും സത്യവാനും എന്ന് വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു. ഇത് കർത്താവായ യേശു മിശിഹായാണ് കുതിരപ്പുറത്ത്, വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നവൻ. യേശുവിനെ അനുഗമിക്കുന്ന പട്ടാളക്കാർ അവരും വെള്ളക്കുതിരമേലാണ്. ആദ്യത്തെ കഴുതക്കുട്ടിയുടെ മേൽ കയറി വന്നവൻ വിനയാന്വിതനായിരുന്നു. അവൻ മനുഷ്യരെ അനുതാപത്തിലേക്ക് വിളിക്കാൻ വന്നവനാണ്. എന്നാൽ വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നത് കുതിരപ്പുറത്ത് കയറി വരുന്ന മിശിഹ. അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യും. ഇത് രണ്ടും 2 ചിത്രങ്ങളാണ്. ഏതായാലും നമ്മൾ കർത്താവായ യേശു മിശിഹായെ കഴുതപ്പുറത്ത് കയറി വരുന്നവനായി കാണുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കുന്നു. അവൻ നമ്മളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുവാൻ ശാന്തശീലനായി വിനയാന്വിതനായാണ് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. അടുത്ത ഒരു പോയിന്റ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സംഗതിയാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദൈവാലയത്തിൻ്റെ
മേധാവികളുടെ അധാർമികത നിമിത്തം ദൈവത്തിൻ്റെ മഹത്വം ദൈവാലയം വിടുന്നതായി നാം വായിക്കുന്നു. മനുഷ്യരുടെ അധാർമികത, അത് കാരണം ദൈവമഹത്വം ദൈവാലയം വിട്ടു പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഭീതിപ്പെടുത്തുന്ന ഒരനുഭവമാണ്. ദൈവ സാന്നിധ്യം ദൈവാലയത്തിൽ ഇല്ലാതായി പോവുക. എന്നാൽ എസെക്കിയേലിൻ്റെ 43-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിട്ടുപോയ ദൈവമഹത്വം തിരിച്ച് ദൈവാലയത്തിലേക്ക് വരും. എവിടെ നിന്നാണ് വരുന്നത്? ഇതാ കിഴക്ക് നിന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വരുന്നു. ഇത് പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ദൈവമഹത്വം കിഴക്ക് നിന്ന് വരുന്നു. എന്നാൽ നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കുമ്പോൾ കർത്താവ് ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ആഘോഷമായി വരുന്നത്. അവിടെ അവൻ കണ്ട അശുദ്ധികൾ അവൻ അടിച്ച് പുറത്താക്കും. അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ കണ്ട അശുദ്ധികളും ചൂഷണങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കർത്താവിൻ്റെ ലക്ഷ്യം. കർത്താവ് ഒരു കാര്യം പറയുന്നു: ഞാനാണ് ദൈവാലയം. ഈ ദൈവാലയം നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. ക്രിസ്ത്യന്മാരും മറ്റുള്ളവരും അവനെ തെറ്റിദ്ധരിച്ചു. യെരുസലേം ദേവാലയം ഇടിച്ചു തകർക്കാനാണ് അവൻ ആഹ്വാനം ചെയ്തതെന്ന് അവർ പിന്നീട് ആരോപിക്കുന്നുണ്ട്. എങ്കിലും യേശു സ്വന്തം ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും അത് മനസ്സിലായില്ല. അതിനാൽ ഇവിടെ യേശു സമർത്ഥിക്കുന്നത് താനാണ് ഷെക്കീന. ഷെക്കീന എന്ന വാക്കിൻ്റെ അർത്ഥം ഡിവൈൻ പ്രസൻസ്, ഇൻഡ്വെല്ലിംഗ് ഓഫ് ഗോഡ്. അതുകൊണ്ട് യേശു എന്ന വ്യക്തിയിലാണ് ദൈവം സന്നിഹിതനായിരിക്കുന്നത് എന്ന് താൻ സമർത്ഥിക്കുകയാണ്. മത്തായി 12:6 കർത്താവ് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു: ഇവിടെ ഇതാ ദൈവാലയത്തേക്കാൾ വലിയവൻ. അതിനാൽ യേശു ഞാനാണ് ദൈവാലയം, എന്നിലാണ് ദൈവം സന്നിഹിതനായിരിക്കുന്നത്. തൻ്റെ വ്യക്തിത്വം, ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് ദൈവാലയം. അടുത്തൊരു പോയിന്റ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് യേശുവിൻ്റെ കരച്ചിലാണ്. യേശു വരുന്നത് ലാസറിൻ്റെ വീട്ടിൽ നിന്നാണ്. ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ള അത്യപൂർവമായ കാര്യം കേട്ടപ്പോൾ ധാരാളം ജനങ്ങൾ അവിടെ ഒരുമിച്ച് കൂടി. അവരും ജെറുസലേമിൽ പെസഹ ആഘോഷിക്കാൻ വന്നവരും ഒക്കെ കൂടി വലിയ ക്രൗഡാണ്. ചരിത്രകാരന്മാർ പറയുന്നു, ഒരു ദിവസമല്ല പെസഹ, ഒരു സീസണാണ്. 50 ദിവസം ആയിരുന്നു പെരുന്നാൾ. ഈ പെരുന്നാൾ കാലത്ത് ജെറുസലേമിൽ വന്നു പോയിരുന്ന ആൾക്കാർ ഏതാണ്ട് 23 ലക്ഷം പേരാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഈ വലിയ ജനക്കൂട്ടം കിഴക്കുനിന്ന് ബഥാനിയ, ബെത്ഫഗെ മുതലായ സ്ഥലത്ത് കൂടി നിന്നിട്ട് അവിടുന്ന് ആ മലയിൽ നിന്ന് കിദ്രോൻ താഴ്വരയിലേക്ക് ഇറങ്ങി അവിടുന്ന് വീണ്ടും ദൈവാലയം സ്ഥിതി ചെയ്യുന്ന മലയിലേക്ക് യേശു കയറുകയാണ്. പട്ടണം മൊത്തം നമുക്ക് ആ മലയിൽ നോക്കിയാൽ വളരെ വിശാലമായ പട്ടണം നമുക്ക് കാണാം.
കാരണം ദൈവാലയം സ്ഥിതി ചെയ്യുന്ന മലയേക്കാൾ ഉയർന്ന മലയാണ് ബഥാനിയ, ബെത്ഫഗെ എന്നുള്ള ആ ഗ്രാമങ്ങളും അതിനുശേഷം ഒലിവ് മലയും ഉയർന്ന പ്രദേശം. യേശു അവിടെ നിന്ന് ജെറുസലേമിനെ നോക്കി കരഞ്ഞിട്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ലൂക്ക 19:44 പറയുന്നു, നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതിനാൽ യേശു പറയുകയാണ്, നിനക്കിതാ കഷ്ടതയുടെ കാലങ്ങൾ വരും. റോമക്കാര് AD 68 ജെറുസലേം വളഞ്ഞു. 2 വർഷക്കാലം ഒരു കുഞ്ഞിനെ പോലും അകത്തോട്ടോ പുറത്തോട്ടോ വിടാത്ത രീതിയിൽ എല്ലാ മാർഗങ്ങളും അവർ കട്ട് ചെയ്തു. ഭക്ഷണ സാധനങ്ങളോ വെള്ളമോ ആവശ്യമായ സാധനങ്ങളെല്ലാം അകത്തോട്ടോ പുറത്തോട്ടോ കിടക്കുന്നത് അവർ നിരോധിച്ചു. 2 വർഷം പുറത്തുനിന്ന് ഭക്ഷണമൊന്നും കിട്ടാതെ പട്ടിണി കിടന്ന് മനുഷ്യർ മരിച്ചു. മരിച്ചു പോയവരെ വേവിച്ച് തിന്നത്തക്കവണ്ണം മനുഷ്യൻ്റെ പട്ടിണി അത്ര കഠിനമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 70 ഭക്ഷണമൊന്നും കഴിക്കാതെ ബലഹീനരായ യഹൂദന്മാരെ ഞൊടിയിടയിൽ റോമൻ പട്ടാളക്കാരെ കീഴടക്കി കൊന്നൊടുക്കി. അവരുടെ പട്ടണം മുഴുവൻ തീ വെച്ച് നശിപ്പിച്ചു. ദൈവാലയം കർത്താവ് പറഞ്ഞതുപോലെ തന്നെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത രീതിയിൽ ഇടിച്ചു നിരത്തി. അതിനുശേഷം അവിടെ ഒരു ബലി പോലും, ഇത് 2021 ഈ 2000 ആണ്ടായിട്ട് അവിടെ ഒരു ബലി പോലും നടന്നിട്ടില്ല. ഇതാണ് യേശു മുൻകൂറായിട്ട് പ്രവചിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ പാപം വലുതാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധനായവനെ, ദൈവപുത്രനെ അവരെ കൊല്ലാൻ കൂട്ടുനിന്നു എന്നുള്ളത് യഹൂദ മതത്തിൻ്റെ, യഹൂദ സമുദായത്തിൻ്റെ പേരുള്ള ഒരു ദൈവത്തിൻ്റെ ശാപമാണ് എന്ന് വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത്. എന്നാൽ മറ്റ് മതങ്ങളോടുള്ള സംവാദത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് നാം പറയുന്നു, ഒരു കാലത്ത് യഹൂദർ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ ആ പാപഭാരം മുഴുവൻ ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിലെ യഹൂദരുടെ മുകളിൽ വെക്കാൻ പാടില്ല. ദൈവം അവരോട് ക്ഷമിക്കണം എന്ന് പിതാവിനോട് യേശു പ്രാർത്ഥിച്ചു. അതിനാൽ തീർച്ചയായിട്ടും അവർക്ക് പാപക്ഷമ ലഭിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അതുകൊണ്ട് പണ്ട് കാലത്ത് നമ്മുടെ ആശാ ഗാനങ്ങളിൽ നിന്നെ വിധിച്ചോർ വിധിയേൽക്കുമ്പോൾ വിധിയേൽക്കല്ലേ നാഥ ഞങ്ങൾ എന്ന് പാടിയിരുന്നു. കർത്താവിനെ വിധിച്ചവര്, കർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായ എല്ലാവരെയും കർത്താവ് ന്യായം വിധിക്കും എന്ന് നമ്മളങ്ങ് തർപ്പിച്ച് പറയരുത്. ഇന്ന് നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വന്നു എങ്കിലും ഒരു കാര്യം നാം ഓർക്കുക, മറ്റുള്ളവരുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കർത്താവ് വരുന്നത് നമ്മളെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാനാണെന്ന് നമ്മൾ ഓർക്കണം. ദൈവം നമുക്ക് ധാരാളം അടയാളങ്ങൾ തരാറുണ്ട്. ദൈവം അടയാളങ്ങൾ വഴി സംസാരിക്കും. കർത്താവ് തന്നെ പറഞ്ഞു, അത്തിമരം പൂക്കുമ്പോൾ ഇതാ വേനൽക്കാലം വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അത്തിമരം തളിർക്കുമ്പോൾ ഇതാ മഴ വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? യേശു പറഞ്ഞത് തൻ്റെ വരവിനെക്കുറിച്ച് എന്തുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്.
യേശു ഈ മലയിൽ വെച്ച് കരഞ്ഞ ശേഷം അവരോട് പറഞ്ഞു, പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. കർത്താവ് വന്നത് എല്ലാവരെയും രക്ഷിക്കാനാണ്. കർത്താവിൻ്റെ ചിറകിൻ കീഴിൽ അവരെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ അവരത് കൂട്ടാക്കിയില്ല. ഇതിനാൽ ഈ ഹാഷ ആഴ്ച നമുക്ക് ധാരാളം ക്ഷണമുണ്ട് കർത്താവിലേക്ക് തിരിയുവാൻ. ദൈവത്തിന് കാതോർക്കുക. നമ്മൾ എത്ര നാളായി പാപങ്ങളിൽ തന്നെ കഴിയാൻ തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള വിളിയാണ് നമ്മൾ കേൾക്കുക. ഹോസിയയുടെ പുസ്തകത്തിൽ 14-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങളിൽ, ഇസ്രായേൽ, നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റമേറ്റു പറഞ്ഞ് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.